മണ്ഡലം UDF സ്ഥാനാർത്ഥി കുർക്കോളി മൊയ്തീന്റെ നാമനിർദ്ദേശ പത്രിക പ്രവർത്തികൾ ചെയ്തതും 35 വർഷമായി ലീഗിലെ പ്രഗത്ഭർക്കു വേണ്ടി പത്രികയും അക്കൗണ്ട്സും ചെയ്തുകൊണ്ടിരിക്കുന്ന സയ്യിദ് KP ഫസലുദ്ദീൻ. 1991 ET മുഹമ്മദ് ബഷീർ നിയമസഭയിലേക്കും ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാർലമെന്റിലേക്കും മത്സരിക്കുന്ന സമയത്താണ് KP ഫസലുദ്ദീൻ ആദ്യമായി നോമിനേഷനും അക്കൗണ്ട്സും പൂരിപ്പിച്ച് നൽകി ഈ രംഗത്ത് കഴിവ് തെളിയിച്ചത്. തുടർന്ന് അന്ന് മുതൽ ഇന്ന് വരെ ലീഗിലെ പല പ്രമുഖർക്കും KP ഫസലുദ്ദീനാണ് നാമനിർദ്ദേശ പത്രിക പ്രവർത്തനം നടത്താറ്. KP ഫസലുദ്ദീൻ ഈ പ്രവൃത്തി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ മറ്റൊന്നും നോക്കേണ്ട എന്നുള്ളതാണ് ലീഗിലെ തന്നെ മുതിർന്ന നേതാക്കളുടെ വിശ്വാസം. ലീഗിലെ പ്രഗത്ഭ നേതാക്കളായ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനും GM ബനാത്ത് വാലിക്കുമടക്കം ഇന്ന് യുവനിരയിലെ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്ന ഫൈസൽ ബാബുവിന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകിയത് KP ഫസലുദ്ദീനാണ്. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും KP ഫസലുദ്ദീൻ പത്രിക സമർപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു നൽകിയ പ്രഗത്ഭരിൽ ET മുഹമ്മദ് ബഷീർ, ഇബ്രാഹിം സുലൈമാൻ സേട്ടു, GM ബനാത്ത് വാല, E അഹമ്മദ്, അബ്ദുസ്സമദ് സമദാനി MP, P ഉബൈദുള്ള, ആബിദ് ഹുസൈൻ തങ്ങൾ, KPA മജീദ്, KN ഖാദർ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, കുറുക്കോളി മൊയ്തീൻ, ഫൈസൽ ബാബു തുടങ്ങിയവരുമുണ്ട്. കൂടാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFിലെയും ലീഗിലെയും എണ്ണിയാൽ തീരാത്ത ആളുകൾക്കും KP ഫസലുദ്ദീന്റെ കരങ്ങളാൽ നാമനിർദ്ദേശ പത്രികയും അക്കൗണ്ട്സും തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. നിലവിൽ തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രിയിലെ മാനേജറായി തുടക്കം മുതലേ പ്രവർത്തിക്കുന്ന KP ഫസലുദ്ദീൻ തിരൂർ നഗരസഭാ കൗൺസിലറായ ആൾ കൂടിയാണ്. ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ഇദ്ദേഹം ഇന്നും ET മുഹമ്മദ് ബഷീർ MPയുടെയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെയും ഏറെ അടുത്ത വിശ്വസ്തൻ കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, News 99. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.